ദൈവനാമത്തിന് മഹത്വം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 12, 13, 14 അധ്യായങ്ങൾ ചേർന്ന 4ാം ഭാഗമായ സഭ പീഡിപ്പിക്കപ്പെടുന്നു എന്ന വിഷയം നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ 12ാം അധ്യായം പൂർത്തിയാക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. സാത്താൻ്റെ കെണിയിൽ അകപ്പെട്ടു പാപം ചെയ്ത് വീണുപോയ മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ ദൈവം അയച്ച തൻ്റെ പുത്രനെ നശിപ്പിക്കുവാൻ സാത്താൻ നടത്തിയ എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ദൈവപുത്രനായ ക്രിസ്തു സ്വർഗത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും സാത്താനെയും അവൻ്റെ ദൂതന്മാരെയും സ്വർഗത്തിൽ നിന്നും തള്ളിക്കളയുകയും ചെയ്തതോടെ അരിശം പോണ്ട സാത്താൻ വിശുദ്ധന്മാരെ പീഡിപ്പിക്കുവാൻ ആരംഭിക്കുന്നു. സഭയ്ക്കെതിരെ യുദ്ധം ചെയ്യുവാൻ അരയും തലയും മുറുക്കിയിറങ്ങിയ സാത്താൻ കടൽക്കരയിൽ മണലിന്മേൽ നിൽക്കുന്നത് നാം കണ്ടു. ഇന്ന് നമുക്ക് ബാക്കി നോക്കാം. 13ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. 1ാം വാക്യം. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളുമുള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. മഹാസർപ്പം സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ അരയും തലയും മുറുക്കി പുറപ്പെട്ടിരിക്കുന്നതും ഏതോ പ്രത്യേക ലക്ഷ്യത്തോടെ കടൽക്കരയിൽ നിൽക്കുന്നതും നമ്മൾ കണ്ടു. അപ്പോൾ ഒരു ഭീകര സത്വം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് അപ്പസ്വലൻ കാണുന്നു. സമുദ്രം ജനസമൂഹത്തിൻ്റെ പ്രതീകമാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടു. അതുകൊണ്ട് ഈ മൃഗം ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ഉള്ളവനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളുമുള്ള ഒരു മൃഗം. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇവൻ പിശാചും സാത്താനും എന്ന മഹാസർപ്പത്തിൻ്റെ അധികാരവും ശക്തിയുമുള്ളവനാണെന്ന് വ്യക്തമാകുന്നു. സർപ്പത്തിനുള്ളതുപോലെ ഇവനും 7 തലയും 10 കൊമ്പും കൊമ്പുകളിൽ രാജമുടിയും കാണുന്നുണ്ട്. 2ാം വാക്യത്തിൽ മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും ഈ മൃഗത്തിന് കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നു. മൃഗമെന്ന പ്രതീകം ഒരു സാമ്രാജ്യത്തെയോ അതിൻ്റെ ഭരണാധികാരിയോ കാണിക്കുന്നതാണെന്ന് നാം നേരത്തെ മനസ്സിലാക്കിയതാണ്. ദാനിയേൽ 7:17 ആ 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകാനിരിക്കുന്ന 4 രാജാക്കന്മാരാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. 4 മൃഗങ്ങൾ, 4 രാജാക്കന്മാർ. അതിൻ്റെ 23ാം വാക്യത്തിൽ അവൻ പറഞ്ഞതോ 4ാമത്തെ മൃഗം ഭൂമിയിൽ 4ാമതായി ഉത്ഭവിപ്പാനുള്ള രാജ്യം തന്നെ. 4ാമത്തെ മൃഗം 4ാമതായി ഉത്ഭവിപ്പാനുള്ള രാജ്യം. ഇവിടെ മൃഗത്തെ രാജ്യമെന്ന് പറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 17ാം അധ്യായത്തിൽ ഈ മൃഗത്തെ നമുക്ക് കാണാം. വെളിപ്പാട് 17:3 അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പുമുള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടുംചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പസ്തോലനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയ ദൂതൻ തന്നെ ഈ മൃഗത്തിൻ്റെ മർമ്മം അപ്പസ്തോലന് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. വെളിപ്പാട് 17:7 മുതൽ 14 വരെ വാക്യങ്ങൾ നമുക്ക് നോക്കാം. 7ഉം 8ഉം വാക്യങ്ങൾ. ദൂതൻ എന്നോട് പറഞ്ഞത്, നീ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഈ സ്ത്രീയുടെയും 7 തലയും 10 കൊമ്പുമുള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിൻ്റെയും മർമ്മം ഞാൻ പറഞ്ഞു തരാം. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതുമാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതാതെ ഇരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. ഈ മൃഗം ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമാകുന്നു. ചരിത്രത്തിലെന്നോ ഇങ്ങനെ ഒരു മൃഗം, ഒരു ഭരണാധികാരി ജീവിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ യോഹന്നാൻ ദർശനം കാണുന്ന ഈ സമയത്ത് ജീവിച്ചിരിപ്പില്ല. എന്നാൽ ഇനിയും അവൻ വരും, അഗാധത്തിൽ നിന്നും കയറി. അഗാധം എന്നതിന് ബോട്ടംലെസ് പിറ്റ് എന്നാണ് ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത്. സാത്താൻ്റെ ആവാസ കേന്ദ്രം. 11ാം അധ്യായം 7ാം വാക്യത്തിൽ നാം ഇത് പഠിച്ചതാണ്. ഇവൻ സാത്താനാൽ അയക്കപ്പെടുന്നവനാണെന്ന് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നു.
അവൻ നാശത്തിലേക്ക് പോകാനുള്ളവനാണെന്ന് പറഞ്ഞിരിക്കുന്നു. ജീവപുസ്തകത്തിൽ പേർ എഴുതാതിരിക്കുന്ന ഭൂവാസികൾക്ക് ഇവനൊരു അതിശയ വിഷയമായിരിക്കും. സർവഭൂമി മൃഗത്തെ കണ്ട് വിസ്മയിച്ചു എന്ന് 13:3 വാക്യം പറയുന്നു. ഇവൻ വെളിപ്പെടാനിരിക്കുന്ന അധർമ്മമൂർത്തിയാണെന്നുള്ളതിന് സംശയമില്ല. 9 വാക്യം, ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. മൃഗത്തിൻ്റെ 7 തല, സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. 7 മലമേലിരിക്കുന്ന ഈ സ്ത്രീയെക്കുറിച്ച് നേരത്തെ നാം അല്പമായി ചിന്തിച്ചിട്ടുണ്ട്. എതിർ ക്രിസ്തീയ ലോകത്തിൻ്റെ പ്രതീകമായ മഗതിയാം ബാബിലോൺ. ഇനി 17-ാം അധ്യായം പഠിക്കുമ്പോൾ കൂടുതലായി നമുക്കത് പഠിക്കാം. ഈ വിഷയങ്ങൾ മനസ്സിലാക്കുവാൻ ജ്ഞാനം ആവശ്യമാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. 7 മലകളുടെ മുകളിലായി പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു നഗരമുണ്ട്. BC 753 റോമസ് റീമുലസ് എന്ന 2 സഹോദരന്മാർ ചേർന്ന് പണി കഴിപ്പിച്ച റോമാ നഗരം, മഹാവേശ്യാശ്രീ ഇരിക്കുന്ന നഗരം. ഇത് ആശ്ചര്യമായി മനസ്സിലാക്കേണ്ട വിഷയമല്ല. ആ ഭാഗത്തെത്തുമ്പോൾ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം. 10-ാം വാക്യം, അവ 7 രാജാക്കന്മാരുമാകുന്നു. 5 പേർ വീണുപോയി. ഒരുത്തൻ ഉണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞൊന്നിരിക്കേണ്ടതാകുന്നു. മൃഗത്തിൻ്റെ 7 തല, 7 മല മാത്രമല്ല, അവ 7 രാജാക്കന്മാരുമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അവരിൽ 5 പേർ വീണുപോയി. ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വീണുപോയി 5 പേർ ആര്? ഉള്ളവനാര്? മറ്റവനാര്? യോഹന്നാൻ അപ്പോസ്തലന് വെളിപ്പാട് ലഭിക്കുന്നത് റോമാ സാമ്രാജ്യത്തിൻ്റെ കാലത്താണെന്ന് നമുക്കറിയാം. അതിനു മുമ്പ് വീണുപോയ അല്ലെങ്കിൽ അധികാരം നഷ്ടപ്പെട്ട 5 രാജാക്കന്മാർ ആരാണെന്ന് അറിയുവാൻ ചരിത്രത്തിലേക്ക് നമുക്ക് തിരിയേണ്ടിയിരിക്കുന്നു. റോമാ സാമ്രാജ്യത്തിന് മുമ്പ് നിലവിലിരുന്ന സാമ്രാജ്യം ഗ്രീക്ക് സാമ്രാജ്യമായിരുന്നു. അതിനു മുമ്പ് മേദ്യ പേർഷ്യ, അതിനു മുമ്പ് ബാബിലോൺ, അതിനു മുമ്പ് അശ്ശൂർ അല്ലെങ്കിൽ അസീറിയ, അതിനു മുമ്പ് മിസ്രൈം അല്ലെങ്കിൽ ഈജിപ്റ്റ്. ഈ 5 സാമ്രാജ്യങ്ങൾ വന്നുപോയ ക്രമത്തിൽ ഞാൻ പറയാം. സ്ക്രീനിൽ ഞാനിത് എഴുതുന്നുണ്ട്. മിസ്രൈം, ഈജിപ്റ്റ്, അശ്ശൂർ അല്ലെങ്കിൽ അസീറിയ, ബാബിലോൺ, മേദ്യ പേർഷ്യ, ഗ്രീക്ക്. ഇപ്പോൾ ഉള്ളത് റോമാ സാമ്രാജ്യമാണെന്ന് നമുക്ക് നേരത്തെ നമ്മൾ കണ്ടു. യോഹന്നാന് ദർശനം ലഭിക്കുന്ന ആ സമയത്തുള്ള സാമ്രാജ്യം റോമാ സാമ്രാജ്യമായിരുന്നു. യോഹന്നാന്റെ കാലത്ത് വരുവാനുള്ളവൻ അല്ലെങ്കിൽ റോമാ സാമ്രാജ്യത്തിന് ശേഷം വന്നവൻ, ഇതറിയണമെങ്കിൽ ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് സ്വപ്നത്തിൽ കണ്ട ബിംബത്തിലേക്ക് പോകണം. ദാനിയേൽ 2:32-33. ബിംബത്തിൻ്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടുമായിരുന്നു. ഈ ബിംബത്തിൻ്റെ തങ്കം കൊണ്ടുള്ള തല നെബൂഖദ്നേസർ രാജാവ് അല്ലെങ്കിൽ ബാബിലോൺ സാമ്രാജ്യമാണെന്ന് 38-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ബിംബത്തിൻ്റെ വെള്ളി കൊണ്ടുള്ള നെഞ്ചും കൈയും ബാബിലോണിന് ശേഷം വന്ന മേദ്യ പേർഷ്യ സാമ്രാജ്യവും, താമ്രം കൊണ്ടുള്ള വയറും അരയും ഗ്രീക്ക് സാമ്രാജ്യവും, ഇരുമ്പ് കൊണ്ടുള്ള തുട റോമാ സാമ്രാജ്യവുമാണെന്ന് 39-40 വാക്യങ്ങളിൽ ദാനിയേൽ തന്നെ വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ട്. അടുത്ത വാക്യങ്ങളിൽ യോഹന്നാന്റെ കാലത്ത് വന്നിട്ടില്ലാത്ത മറ്റവൻ ആരാണെന്ന് കാണാം. ദാനിയേൽ 2:41-42 വാക്യങ്ങൾ. കാലും കാൽവിരലും പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ളതായി കണ്ടതിൻ്റെ താല്പര്യമോ? അത് ഒരു ഭിന്ന രാജ്യത്വമായിരിക്കും. എങ്കിലും ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതുപോലെ അതിൽ ഇരുമ്പിനുള്ള ബലം കുറെ ഉണ്ടായിരിക്കും. കാൽവിരൽ പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ട് ആയിരുന്നതുപോലെ രാജ്യത്വം ഒട്ട് ബലമുള്ളതും ഒട്ട് ഒടിഞ്ഞു പോകുന്നതുമായിരിക്കും. അതൊരു ഭിന്ന രാജ്യത്വമായിരിക്കും. ഇത് ജനാധിപത്യ സംവിധാനത്തെയാണ് കാണിക്കുന്നതെന്ന് പലരും വ്യാഖ്യാനിച്ച് പറയുന്നു. എന്നാൽ വചനം പറയുന്നത് അങ്ങനെയല്ല. ഇരുമ്പ് പോലെ ബലമുള്ള രാജ്യങ്ങളും ബലം കുറഞ്ഞ രാജ്യങ്ങളും ചേർന്ന് ലോകത്തെ ഭരിക്കുന്ന ക്രമം ആയിരിക്കും ഇതെന്നാണ് ഇന്ന് നമ്മൾ കാണുന്നത് പോലെ. അധർമ്മമൂർത്തി എന്ന ഏകലോക ചക്രവർത്തിയുടെ ഭരണം തുടങ്ങുന്നതുവരെ ഈ ക്രമം തുടരുകയും ചെയ്യും. മൃഗത്തിൻ്റെ തലയെ സംബന്ധിച്ച്
വ്യാഖ്യാതാക്കൾ പലരും പറയുന്നത് 5 പേർ ആരാണെന്ന് അറിയില്ലെന്നും 6-ാമത്തവൻ ഡൊമേഷ്യനാണെന്നും 7-ാമത്തവൻ അധർമ്മമൂർത്തിയാണെന്നുമാണ്. ഇതിൽ 6-ാമത്തവൻ ഡൊമേഷ്യനാണെന്നുള്ളത് ശരിയാണ്. 7-ാമത്തവൻ പിന്നെ രാജ്യത്വമാണെന്ന് ഇപ്പോൾ നമ്മൾ കണ്ടു. അത് അധർമ്മമൂർത്തിയുടെ രാജ്യത്വമല്ല. 11-ാം വാക്യം, ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8-ാമത്തവനും 7 ഉൾപ്പെട്ടവനും തന്നെ, അവൻ നാശത്തിലേക്ക് പോകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം, അതായത് അധർമ്മമൂർത്തി 8-ാമത്തവനാണെന്ന് ഇവിടെ വ്യക്തമായി പറയുന്നു. എന്നാൽ അവൻ 7 ഉൾപ്പെട്ടവനുമാണ്, 7 സാമ്രാജ്യങ്ങൾ ഉൾപ്പെട്ടവൻ. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 7-ാമത്തവനാണ് അധർമ്മമൂർത്തി എന്ന് പറയുന്ന വ്യാഖ്യാതാക്കൾ അവനെ 8-ാമത്തവനാക്കുവാൻ കണ്ടുപിടിച്ച മാർഗം വളരെ രസാവഹമാണ്. അവൻ്റെ തലകളിൽ ഒന്നിന് മരണകരമായി മുറിവേറ്റിട്ട് അവൻ മരിച്ചവനെ പോലെയായി. എന്നാൽ അവൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ അവൻ 8-ാമത്തവനായി എന്നാണ് അവരുടെ വാദം. അവൻ്റെ മരണകരമായ മുറിവ് പുറത്തുപോയി എന്ന് വചനം വ്യക്തമായി പറയുന്നു. വെളിപ്പാട് പുസ്തകം 13:3, അതിൻ്റെ തലകളിലൊന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിൻ്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. മുറിവ് പുറത്തുപോയി എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റു എന്നാണോ മനസ്സിലാകുന്നത്? അവൻ മരിച്ചെന്ന് വചനം പറയുന്നില്ല. പിന്നെ എങ്ങനെ ഉയർക്കും? നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അവൻ 8-ാമത്തവൻ, എന്നാൽ 7 ഉൾപ്പെട്ടവനുമാണ്. പിന്നെ രാജ്യത്വമായ 7-ാം ലോക സാമ്രാജ്യം നിലനിൽക്കുമ്പോൾ അവയെ കീഴടക്കിയായിരിക്കും അവൻ ഭരണം പിടിക്കുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെ അവൻ 8-ാമത്തവനായിരിക്കും. ഈ മൃഗത്തിൻ്റെ ഭരണകാലം എത്ര മാസമാണെന്നോ എത്ര വർഷമാണെന്നോ ഒന്നും വചനം വെളിപ്പെടുത്തുന്നില്ല. വ്യാഖ്യാതാക്കളുടെ 7 വർഷ കണക്ക് തെറ്റാണെന്ന് 70 ആഴ്ചവട്ടം എന്ന വിഷയം പഠിച്ചപ്പോൾ നാം കണ്ടതാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവിനും ലോകാവസാനത്തിനും തൊട്ടു മുമ്പ് വരെ അവൻ്റെ ഭരണം തുടരുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം 2 തെസ്സലോനിക്കർ 2:8 ഇങ്ങനെ നാം കാണുന്നു, അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. നമ്മുടെ വിഷയം ഈ ആഗോള ഭരണാധികാരി 8-ാമത്തവനും 7 ഉൾപ്പെട്ടവനും ആണെന്നുള്ളതാണ്. 7-ാമത്തെ സാമ്രാജ്യമായ പിന്നെ രാജ്യത്വം നിലവിലിരിക്കുമ്പോൾ വെളിപ്പെട്ടു വരുന്ന ഇവൻ 8-ാമത്തവനാണെന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ ഇവൻ 7 ഉൾപ്പെട്ടവനാണെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഇത് മനസ്സിലാക്കണമെങ്കിൽ ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന അധർമ്മമൂർത്തിയെ നമുക്കൊന്ന് മനസ്സിലാക്കണം. അതിനായി ഒരു വാക്യം നമുക്ക് വായിക്കാം. 2 തെസ്സലോനിക്കർ 2:4 വാക്യം, അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനു മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയത്രേ. ഈ 7 ലോക സാമ്രാജ്യങ്ങളിൽ ഇവൻ്റെ സ്വഭാവമുള്ള, അതായത് എല്ലാ ദൈവങ്ങൾക്കും മീതെ സ്വയം ദൈവമായി ഉയർത്തിയ ഏതെങ്കിലും ഭരണാധികാരി ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് പരിശോധിക്കാം. ദാനിയേൽ 11:36-37 വാക്യങ്ങൾ, രാജാവോ ഇഷ്ടം പോലെ പ്രവർത്തിക്കും. അവൻ തന്നെത്താൻ ഉയർത്തി ഏത് ദേവനും മേലായി മഹത്വീകരിക്കുകയും ദൈവാദി ദൈവത്തിൻ്റെ നേരെ അപൂർവ കാര്യങ്ങളെ സംസാരിക്കുകയും കോപം നിവൃത്തിയാവുകയോളും അവന് സാധിക്കുകയും ചെയ്യും. നിർണയിക്കപ്പെട്ടിരിക്കുന്നത് സംഭവിക്കുമല്ലോ. അവൻ എല്ലാറ്റിനും മേലായി തന്നെത്താൻ മഹത്വീകരിക്കിയാൽ തൻ്റെ പിതാക്കന്മാരുടെ ദേവന്മാരെയും സ്ത്രീകളുടെ ഇഷ്ടദേവനെയും യാതൊരു ദേവനെയും കൂട്ടാക്കുകയുമില്ല. ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരായ സർവ്വത്തിനു മീതെ തന്നെത്താൻ ഉയർത്തുന്നവൻ എന്ന് അധർമ്മമൂർത്തിയെക്കുറിച്ച് ദൈവവചനം പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അവൻ തന്നെത്താൻ ഉയർത്തി ഏതു ദേവനും മേലായി മഹത്വീകരിക്കുമെന്ന് ഈ രാജാവിനെ കുറിച്ച് ദാനിയേൽ പറഞ്ഞിരിക്കുന്നു. BC 175 മുതൽ 164 വരെ സിറിയ ഭരിച്ചിരുന്ന അന്ത്യോക്യസ് എപ്പിഫാനസാണ് ഈ രാജാവ്. ദേവാലയത്തെ കൊള്ളയടിക്കുകയും ദൈവജനത്തെ കൊന്നൊടുക്കുകയും നിരന്തര ഹോമയാഗം നിർത്തലാക്കി വിശുദ്ധ മന്ദിരത്തിലെ താമ്രയാഗപീഠത്തിന് ജാതീയ യാഗപീഠം പണിത് അശുദ്ധ മൃഗമായ പന്നിയെ യാഗം കഴിക്കുകയും ചെയ്ത സംഭവങ്ങൾ അപ്പോക്രിഫ പുസ്തകമായ മക്കബായരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 മക്കബായർ 1-ാം അധ്യായത്തിൽ.
POC ബൈബിൾ ഉണ്ടെങ്കിൽ അതിൽ നമുക്കിത് വായിക്കാവുന്നതാണ്. ഈ രാജാവ് തൻ്റെ പ്രതിമ നിർമ്മിച്ച് ദേവാലയം സ്ഥാപിച്ചതായി ദാനിയേൽ 11:31 പറഞ്ഞിരിക്കുന്നു. ദാനിയേൽ 11:31. അവനയച്ച സൈന്യങ്ങൾ അണിനിരന്നു, വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി നിരന്തര ഹോമം നൃത്തം ചെയ്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കും. സ്ത്രീയെ ഭരിച്ച ഈ രാജാവ് എങ്ങനെ 70 ഉൾപ്പെട്ടവനാകും? ദാനിയേൽ 8:20 മുതൽ 25 വരെ. 2 കൊമ്പുള്ളതായി നീ കണ്ട ആട്ടുകൊറ്റൻ പാർസി രാജാക്കന്മാരെ കുറിക്കുന്നു. പരിവരുത്ത കോലാട്ടുകൊറ്റൻ യവന രാജാവും അതിൻ്റെ കണ്ണുകളുടെ നടുവിലുള്ള വലിയ കൊമ്പ് 1ാമത്തെ രാജാവുമാകുന്നു. മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിന് ശേഷം ഗ്രീക്ക് സാമ്രാജ്യവും അതിൻ്റെ 1ാമത്തെ ചക്രവർത്തി അലക്സാണ്ടർ ചക്രവർത്തിയായിരുന്നു എന്നും നമുക്കറിയാം. അത് തകർന്ന ശേഷം അതിന് പകരം 4 കൊമ്പ് മുളച്ചതോ 4 രാജ്യം ആ ജാതിയിൽ നിന്ന് ഉത്ഭവിക്കും. അതിൻ്റെ ശക്തിയോടെ അല്ലതാനും. അലക്സാണ്ടറിന് ശേഷം 4 ജനറൽമാർ രാജ്യം വിഭജിച്ചെടുക്കുകയായിരുന്നു ചെയ്തത്. ഒന്നാമത്തേത് ടോളമി ഈജിപ്റ്റ് കൈക്കലാക്കി. 2ാമത്തേത് ആൻറ്റിഗണസ് സിറിയ കൈവശപ്പെടുത്തി. 3ാമത്തേത് കസാന്തർ മാസിഡോണിയ കൈവശപ്പെടുത്തി. 4ാമത്തേത് ലിസിമാക്കസ് ടർക്കി കൈവശപ്പെടുത്തി. 23ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: എന്നാൽ അവരുടെ രാജ്യത്വത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള രാജാവ് എഴുന്നേൽക്കും. മുകളിൽ പറഞ്ഞ രാജ്യങ്ങളിൽ സിറിയയിൽ നിന്നും വന്നവനാണ് അന്ത്യോക്യസ് എപ്പിഫാനസ്. അവനാണ് ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള രാജാവെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 24ാം വാക്യം: അവൻ്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാൽ അല്ലതാനും. അവൻ അതിശയമാവണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അതനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും. അവൻ്റെ അധികാരവും ശക്തിയും അവൻ്റെ ഉഗ്രതരമായ പ്രവർത്തനങ്ങളും സ്വന്തം ശക്തിയാലല്ലെന്ന് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. സാത്താൻ്റെ അധികാരവും ശക്തിയും പ്രാപിച്ച് അഗാധത്തിൽ നിന്ന് കയറി വന്ന് വിശുദ്ധന്മാരുടെ യുദ്ധം ചെയ്ത് അവരെ കൊന്നുകളയുന്ന അധർമ്മമൂർത്തിയിലേക്കുള്ള ഒരു ദൂരക്കാഴ്ച പ്രവചനാത്മാവിൽ ദാനിയേൽ ഇവിടെ നൽകുന്നു. 25ാം വാക്യം: അവൻ നയബുദ്ധിയാൽ തൻ്റെ ഉപായം സാധിപ്പിക്കുകയും സ്വഹൃദയത്തിൽ വമ്പ് ഭാവിച്ച് നിശ്ചിന്തയോടെ ഇരിക്കുന്ന പലരെയും നശിപ്പിക്കുകയും കർത്താവിനോട് എതിർത്ത് നിന്ന് കൈതൊടാതെ തകർന്നു പോവുകയും ചെയ്യും. അനീതിയുടെ സകല വഞ്ചനയോടും കൂടെയാണ് അധർമ്മമൂർത്തി അനേകരെ തെറ്റിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ഈ രാജാവ് നയബുദ്ധിയാൽ തൻ്റെ ഉപായം സാധിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ ഹൃദയത്തിൽ വമ്പ് ഭാവിക്കുന്നു, സ്വയം ദൈവമാണെന്ന് ഭാവിക്കുകയും കർത്താവിനോട് മർദ്ദലിച്ച് നിൽക്കുകയും ചെയ്യുന്നു. ഒടുവിൽ കൈ തൊടാതെ തകർന്നു പോകുന്നു. അന്ത്യോക്യസ് എപ്പിഫാനസ് ആരാലും വധിക്കപ്പെടുകയായിരുന്നില്ല, സ്വാഭാവിക മരണം വരിക്കുകയായിരുന്നു ചെയ്തത്. അതുപോലെ അധർമ്മമൂർത്തി ആരാലും കൊല്ലപ്പെടുകയല്ല, അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അധർമ്മമൂർത്തിയുടെ പ്രതീകമായ അന്ത്യോക്യസ് എപ്പിഫാനസ് 7 സാമ്രാജ്യ ശക്തികളിൽ ഉൾപ്പെട്ട ഗ്രീക്ക് സാമ്രാജ്യത്തിൽ നിന്നുള്ളവൻ ആയിരുന്നു എന്ന് നമ്മൾ കണ്ടു. ഇപ്പോൾ അധർമ്മമൂർത്തിയായ മൃഗം ഉണ്ടായിരുന്നവനും AD 1-ാം നൂറ്റാണ്ടിൽ ഇല്ലാത്തവനും 8ാമത്തവനും 70 ഉൾപ്പെട്ടവനും ആയതെങ്ങനെയെന്ന് നമുക്ക് വ്യക്തമായി. 12ാം വാക്യം: നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ, അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോടൊന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും താനും. മൃഗത്തിൻ്റെ 10 കൊമ്പ് 10 രാജാക്കന്മാരാണെന്ന് പറഞ്ഞിരിക്കുന്നു. അവർ യോഹന്നാൻ അപ്പോസ്തലൻ ദർശനം കാണുന്ന സമയത്ത് വരെ രാജ്യത്വം പ്രാപിച്ചവർ അല്ല. അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരുമ്പോൾ അവനോട് ഒരുമിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 10 രാജാക്കന്മാർ അധർമ്മമൂർത്തിയുടെ ഭരണകാലത്ത് ലോകത്തിലുള്ള എല്ലാ ഭരണാധികാരികളെയും കാണിക്കുന്നു, അല്ലാതെ കൃത്യം 10 പേരെ അല്ല. 13ാം വാക്യം: ഇവർ ഒരേ അഭിപ്രായമുള്ളവർ, തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവരെല്ലാവരും ഒരേ അഭിപ്രായത്തോടെ ഈ ലോകരാജാവിനെ അംഗീകരിച്ച്
അവരുടെ ഭരണാധികാരവും സൈനിക ശക്തിയും എല്ലാം അവൻ ഏൽപ്പിച്ചു കൊടുക്കും. 14 വാക്യം, അവർ കുഞ്ഞാടിനോട് പോരാടും. താൻ കർത്താവും രാജാതി രാജാവുമാകൊണ്ട് കുഞ്ഞാട് തന്നോടുകൂടിയുള്ള വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. സകല ഭൂരാജാക്കന്മാരും അധർമ്മമൂർത്തിയോട് ചേർന്ന് കുഞ്ഞാടിനോട് പോരാടും. എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാരുടെ യുദ്ധം ചെയ്യും. കർത്താവും രാജാതി രാജാവുമായ ക്രിസ്തു വിളിക്കപ്പെട്ടവരും വിശ്വസ്തരും തെരഞ്ഞെടുക്കപ്പെട്ടവരുമായ തൻ്റെ വിശുദ്ധന്മാരോട് കൂടിയിരുന്ന് അവരെ ജയിക്കും. കഴിഞ്ഞ അധ്യായത്തിൽ വിശുദ്ധന്മാർ ഈ ലോകത്തിൽ കുഞ്ഞാടിൻ്റെ രക്തത്തിലുള്ള വിശ്വാസത്താലും തങ്ങളുടെ സാക്ഷ്യവചനത്താലും സാത്താനെ ജയിക്കുന്നത് നാം കണ്ടു. വെളിപ്പാട് 12:11 വാക്യം, അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ച് മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. കുഞ്ഞാടിൻ്റെ രക്തഹേതുവായിട്ടും നമ്മുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും സാത്താനെയും അവരുടെ എല്ലാവിധ തന്ത്രങ്ങളെയും ജയിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ നമ്മൾ ഓരോരുത്തരുടെ മേലും പകരപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ക്രിസ്തലോ